നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിനിലേക്ക്. നാളെ 2026 ജൂലൈ മാസം 26-ാം തീയതി ഞായറാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായും ശ്രദ്ധിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുവാനും വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസിൽ രാജ്യമെമ്പാടും പ്രതിഷേധം ആഞ്ഞടിച്ചതിനെ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. ഇന്ന് ഉച്ചയോടെയാണ് ധർമ്മേന്ദ്ര പ്രധാൻ തന്റെ രാജിക്കത്ത് പ്രധാനമന്ത്രിക്ക് കൈമാറിയത്. പ്രധാൻ രാജിവെക്കേണ്ടതില്ല എന്നതായിരുന്നു ആദ്യം കേന്ദ്ര സർക്കാരിന്റെ നിലപാടെങ്കിലും വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയില്ലാതെ പിന്നോട്ടില്ലെന്ന് വിദ്യാർത്ഥികളും കോക്രോച്ച് ജനതാ പാർട്ടിയും തീരുമാനമെടുത്തതോടെ സർക്കാരിന് വഴങ്ങേണ്ടി വന്നു. CJPയുമായി ഇന്ന് 4ാം ഘട്ട ചർച്ച നടക്കാനിരിക്കെയാണ് മന്ത്രിയുടെ നിർണായക രാജിപ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. മെയ് മാസത്തിലെ നീറ്റ് UG പേപ്പർ ചോർച്ചയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുക, വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പരിഷ്കാരങ്ങൾ വരുത്തുക, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു രാജ്യവ്യാപക പ്രതിഷേധം. ഇതിനിടെ പരീക്ഷ പേപ്പർ ചോർച്ചയിൽ ഉൾപ്പെടുന്നവരെ ശിക്ഷിക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികളും ശക്തമായ പുതിയ നിയമവും നടപ്പിലാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതിന് പിന്നാലെ വെള്ളിയാഴ്ച കരട് ബില്ലിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. 2024 പൊതുപരീക്ഷാ നിയമത്തിൽ ഭേദഗതി വരുത്താനുള്ള ഈ നിർദ്ദേശത്തിൽ 10 വർഷം വരെ തടവ് ശിക്ഷ, 10 കോടി രൂപ വരെ പിഴ, ഫാസ്റ്റ് ട്രാക്ക് കോടതികൾക്ക് നിയമപരമായ സാധുത, കേസുകളുടെ അന്വേഷണത്തിനും വിചാരണയ്ക്കുമായി 5 മാസത്തെ സമയപരിധി എന്നിവ ഉൾപ്പെടുന്നു. നിയമത്തിലെ സെക്ഷൻ 10 അനുസരിച്ച് അനാചാരങ്ങൾ നടത്തുന്ന വ്യക്തികൾക്ക് 3 മുതൽ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും, സെക്ഷൻ 11 അനുസരിച്ച് സംഘടിത കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് 5 മുതൽ 10 വർഷം വരെ തടവും കുറഞ്ഞത് 1 കോടി രൂപ പിഴയുമാണ് വ്യവസ്ഥ ചെയ്തിരുന്നത്. എന്നാൽ പുതിയ ബിൽ പിഴത്തുക 10 കോടി രൂപ വരെയും തടവ് 10 വർഷം വരെയും ഉയർത്തും. അന്വേഷണത്തിന് 2 മാസവും വിചാരണയ്ക്ക് 3 മാസവും ഉൾപ്പെടെ ആകെ 5 മാസത്തിനകം ഇത്തരം കേസുകൾ ഫാസ്റ്റ് ട്രാക്ക് ചെയ്ത് അന്തിമ തീരുമാനത്തിലെത്തിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. UPSC, SSC, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്, IBPS, NTA എന്നിവ നടത്തുന്ന പരീക്ഷകളിലെ തട്ടിപ്പുകൾ തടയാൻ 2024 ജൂൺ 21 നിലവിൽ വന്ന നിയമത്തിനാണ് ഈ ഭേദഗതി കൊണ്ടുവരുന്നത്. തിങ്കളാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കാൻ സാധ്യതയുള്ള ഈ ബില്ലിന് മുന്നോടിയായി കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് ബോംബെ, കൽക്കട്ട, ഡൽഹി, മധ്യപ്രദേശ് ഹൈക്കോടതികളിൽ പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്ന് നിയമനീതിന്യായ മന്ത്രി അർജുൻ റാം മേഘ്വാളും വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: ഗതാഗത നിയമലംഘനങ്ങൾക്കുള്ള പിഴ അടയ്ക്കാത്തവർക്ക് ഇനി വാഹന ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾ തടസ്സപ്പെടും. കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം പരിഷ്കരിച്ച് ഗതാഗത മന്ത്രാലയം പുറത്തിറക്കിയ കരട് വിജ്ഞാപനത്തിലാണ് പുതിയ നിർദ്ദേശം കൂട്ടിച്ചേർത്തത്. പിഴയടയ്ക്കാത്ത വാഹനങ്ങളെ പരിവാഹൻ പോർട്ടലിൽ നോട്ട് ടു ബി ട്രാൻസാക്ടഡ് എന്ന് രേഖപ്പെടുത്താനാണ് പ്രധാന നിർദ്ദേശം. ഇതോടെ വാഹനത്തിന്റെ പുകപരിശോധന, രജിസ്ട്രേഷൻ പുതുക്കൽ, ഉടമയുടെ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കൽ തുടങ്ങിയ അപേക്ഷകൾ അധികൃതർ പരിഗണിക്കില്ല. പിഴ പൂർണ്ണമായും അടച്ചാൽ മാത്രമേ ഈ സേവനങ്ങൾ ലഭ്യമാകൂ. പിഴ കുടിശ്ശികയുള്ള കാര്യം വാഹന ഉടമയ്ക്ക് ഇമെയിൽ അല്ലെങ്കിൽ SMS വഴി ലഭിക്കും. പുതിയ ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വന്ന് 6 മാസത്തിനകം ട്രാഫിക് പിഴകൾ തീർപ്പാക്കുന്നതിന് എല്ലാ സംസ്ഥാനങ്ങളും പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തുമെന്നും കരട് വിജ്ഞാപനത്തിൽ നിർദ്ദേശിക്കുന്നുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: കേരള സർക്കാരിന്റെ തൊഴിൽ നൈപുണ്യ വകുപ്പ് ഉദ്യോഗാർത്ഥികൾക്കായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മുഖ്യമന്ത്രിയുടെ കണക്ട് വർക്ക് സ്കോളർഷിപ്പ് സ്കീം അഥവാ പ്രജ്വല. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും നൈപുണ്യ വികസന കോഴ്സുകൾ, സ്കിൽഡ് കോഴ്സുകൾ പഠിക്കുന്നവർക്കും ഇതൊരു വലിയ സാമ്പത്തിക സഹായമാണ്. APL, BPL വ്യത്യാസമില്ലാതെ കുടുംബ വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെയുള്ള എല്ലാവർക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. പ്രതിമാസം 1000 രൂപ വീതം, ഒരു വർഷത്തേക്ക് 12,000 രൂപയാണ് സ്കോളർഷിപ്പിലൂടെ ലഭിക്കുക. ഉദ്യോഗാർത്ഥികളുടെ പഠന ചെലവുകൾക്കും യാത്രാക്കൂലികൾക്കുമൊക്കെ ഈ തുക ഏറെ പ്രയോജനപ്പെടും. മുൻപ് 5 ലക്ഷം പേർക്ക് സഹായം നൽകാൻ ലക്ഷ്യമിട്ടിരുന്ന ഈ പദ്ധതിയിൽ നിലവിൽ 1 ലക്ഷത്തോളം അപേക്ഷകരും അതിൽ പകുതിയോളം ഗുണഭോക്താക്കളുമുണ്ട്. പദ്ധതി നിർത്തിവച്ചേക്കുമെന്ന ആശങ്കകൾക്ക് വിരാമമിട്ട് പുതിയ സർക്കാരും ഈ പദ്ധതി തുടരുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കുടിശ്ശിക തീർക്കലും പുതിയ അപേക്ഷകൾ സ്വീകരിക്കലും സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ഇതിനായുള്ള തുക ബജറ്റിൽ വകയിരുത്തി കഴിഞ്ഞു. ആദ്യം അപേക്ഷിക്കുന്നവർക്ക് മുൻഗണന ലഭിക്കുന്ന ഈ പദ്ധതിയിലേക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. രേഖകൾ പരിശോധിച്ച് അപ്രൂവൽ ആകുന്ന മുറയ്ക്ക് തുക നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: പുതിയ സർക്കാരിന്റെ ആദ്യ ഓണം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആഘോഷമാക്കാൻ നീക്കം. ജീവനക്കാരുടെ ജനുവരിയിലെ 2% DAയും പെൻഷൻകാരുടെ തത്തുല്യമായ DRഉം ഓണ ബോണസിനും ഉത്സവ ബത്തയ്ക്കുമൊപ്പം അനുവദിച്ചേക്കും. ഈ വർഷം ജനുവരി മുതലുള്ള 7 മാസത്തെ DA കുടിശ്ശിക
മുൻകാല പ്രാബല്യത്തോടെ പണമായി നൽകാനും ആലോചനയുണ്ട്. രണ്ടാം പിണറായി സർക്കാർ ജീവനക്കാരുടെ ഒരു ക്ഷാമബത്തയ്ക്കും മുൻകാല പ്രാബല്യം നൽകിയിരുന്നില്ല. 2019 നടപ്പാക്കേണ്ടിയിരുന്ന ശമ്പള പരിഷ്കരണം 2021 നടപ്പാക്കിയത്. അന്ന് കുടിശ്ശികയായിരുന്ന 7% DA ശമ്പള പരിഷ്കരണത്തോടൊപ്പം ലയിപ്പിക്കുകയായിരുന്നു. 2025 ജൂലൈ വരെയുള്ള DA ഈ വർഷം ആദ്യം അനുവദിച്ചെങ്കിലും കുടിശ്ശിക നൽകിയിരുന്നില്ല. നിലവിൽ സർക്കാർ ജീവനക്കാർക്ക് 35% DA ആണ് ലഭിക്കുന്നത്. ജനുവരിയിലെ 2% കൂടി ചേരുമ്പോൾ ഇത് 37% ഉയരും. ജീവനക്കാർക്ക് DA നൽകാൻ 54.20 കോടി രൂപയും പെൻഷൻകാർക്ക് DR നൽകാൻ 38.60 കോടി രൂപയും ഉൾപ്പെടെ പ്രതിമാസം 97.80 കോടി രൂപയുടെ അധിക ചെലവുണ്ടാകും. ഓണക്കാലത്ത് 7 മാസത്തെ കുടിശ്ശിക കൂടി നൽകാൻ 684.60 കോടി രൂപ സർക്കാർ കണ്ടെത്തേണ്ടി വരും. അതേസമയം കേന്ദ്ര സർക്കാർ ഈ മാസ അവസാനത്തോടെ 3% ക്ഷാമബത്ത അനുവദിച്ചേക്കും. അങ്ങനെയെങ്കിൽ ഈ വർഷം അവസാനത്തോടെ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ DA 40% വർദ്ധിപ്പിക്കും. ശമ്പള പരിഷ്കരണം നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ സംസ്ഥാന ജീവനക്കാരുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന DA നിരക്കായിരിക്കും ഇത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. കേന്ദ്ര സർക്കാരിന്റെ അഗ്രിസ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്ത് ഫാർമേഴ്സ് ID കാർഡുകൾ എടുക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ മുൻപും പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ നമ്മൾ അപേക്ഷ സമർപ്പിച്ച ഉടൻ തന്നെ ഈ ID കാർഡ് ലഭിക്കുകയില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. നമ്മൾ ഓൺലൈനായി സമർപ്പിക്കുന്ന അപേക്ഷകൾ വില്ലേജ് അടിസ്ഥാനത്തിലും കൃഷിഭവൻ പരിധിയിലും കൃത്യമായി പരിശോധിച്ച് ഉദ്യോഗസ്ഥരുടെ വേരിഫിക്കേഷൻ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ ഈ ഫാർമേഴ്സ് ID ജനറേറ്റ് ചെയ്യപ്പെടുകയുള്ളൂ. ഭാവിയിൽ കർഷകർക്ക് ലഭിക്കേണ്ട എല്ലാത്തരം കാർഷിക ആനുകൂല്യങ്ങൾക്കും ഈ ID കാർഡ് ഒരു പ്രധാന മാനദണ്ഡമായി മാറും. കാർഷിക വായ്പകൾ, വിവിധ സർക്കാർ സബ്സിഡികൾ, PM കിസാൻ സമ്മാൻ നിധി പോലുള്ള ധനസഹായങ്ങൾ, കൂടാതെ കാർഷിക അനുബന്ധ മേഖലകളിലെ മറ്റെല്ലാ പദ്ധതികൾക്കും ഈ ഫാർമേഴ്സ് ID നിർബന്ധമാക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തമായി കൃഷിഭൂമിയുള്ള എല്ലാ കർഷകരും ഭാവിയിലെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ ഒട്ടും വൈകാതെ തന്നെ ഈ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കുന്നതിനായി കർഷകർ തങ്ങളുടെ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ കരമടച്ച രസീത്, ആധാർ കാർഡ്, ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ കയ്യിൽ കരുതേണ്ടതുണ്ട്. നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ കോമൺ സർവീസ് സെന്ററുകളിലോ ഈ രേഖകളുമായി എത്തിച്ചേർന്ന് വളരെ എളുപ്പത്തിൽ തന്നെ ഫാർമേഴ്സ് ID രജിസ്ട്രേഷൻ പൂർത്തിയാക്കാവുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരുടെയും വയോജനങ്ങളുടെയും പെൻഷൻ വിതരണം ആരംഭിച്ചു. സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും 1095 കോടിയോളം രൂപയാണ് ധനകാര്യ വകുപ്പ് ഇതിനായി അനുവദിച്ചിരിക്കുന്നത്. ജൂലൈ 24 വെള്ളിയാഴ്ച മുതൽ ഘട്ടം ഘട്ടമായി പണം ആളുകളിലേക്ക് എത്തിത്തുടങ്ങി. സംസ്ഥാനത്തെ 51 ലക്ഷത്തോളം പേർക്കായി 941 കോടി രൂപയാണ് ഈ മാസം പെൻഷനായി വിതരണം ചെയ്യുന്നത്. കേന്ദ്ര സർക്കാരിന്റെ NSAP പദ്ധതിയിലുള്ള 8 ലക്ഷത്തിലധികം പേർക്ക് തുക വൈകാതിരിക്കാൻ 24 കോടി രൂപ സംസ്ഥാന സർക്കാർ സ്വന്തം ഫണ്ടിൽ നിന്ന് മുൻകൂറായി നൽകിയിട്ടുണ്ട്. സാങ്കേതിക കാരണങ്ങളാൽ കേന്ദ്രവിഹിതമായ 200, 300, 500 രൂപ വീതമുള്ള തുക പ്രധാന പെൻഷനൊപ്പം ഉടൻ നൽകാനാകില്ല. ഈ തുക അടിസ്ഥാന പെൻഷൻ കിട്ടി ഒരാഴ്ചയ്ക്കുള്ളിൽ അക്കൗണ്ടുകളിൽ നേരിട്ടെത്തും. ബാങ്ക് അക്കൗണ്ട് വഴി പെൻഷൻ വാങ്ങുന്ന 26 ലക്ഷത്തോളം പേർക്ക് വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ പണം എത്തിത്തുടങ്ങിയിട്ടുണ്ട്. യോഗ്യതയനുസരിച്ച് 1500, 1700, 1800, 2000 രൂപ വീതമാണ് ലഭിക്കുക. ഓഗസ്റ്റ് 3 ബാങ്ക് വഴിയുള്ള വിതരണം പൂർത്തിയാക്കാൻ കർശന നിർദ്ദേശമുണ്ട്. അതേസമയം സഹകരണ ബാങ്കുകളും ഏജന്റുമാരും വഴി വീടുകളിൽ പണം എത്തിക്കുന്നത് വരുന്ന തിങ്കളാഴ്ച, അതായത് ജൂലൈ 27 മുതലായിരിക്കും. ശനിയും ഞായറും ബാങ്ക് അവധിയായതിനാലാണ് ഇത്. തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങൾക്കുള്ളിൽ തുക ആളുകളുടെ വീടുകളിൽ നേരിട്ട് എത്തിച്ചേരും. ഏറ്റവും അവസാനമായി സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധനവ് രേഖപ്പെടുത്തി. 2026 ജൂലൈ 25 ശനിയാഴ്ച 22 കാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 55 രൂപ കൂടി 13,285 രൂപയും പവന് 440 രൂപ കൂടി 1,06,280 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഡെയിലി ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും നിങ്ങൾ വാർത്ത ഷെയർ ചെയ്യുക. യൂട്യൂബിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക.